നമസ്കാരം. ശ്രീനാദേവി കുഞ്ഞമ്മ മാസട, വേറെ ലെവലട, നോക്കട എന്നൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ പറഞ്ഞപ്പോ ഇത്രയൊന്നും കരുതിയില്ല. ശരിയാ, വല്ലാത്തൊരു മാസ് തന്നെ. അറിഞ്ഞില്ലേ വാർത്ത? കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്താണെന്ന പരാതിയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് വക്കീൽ നോട്ടീസും ലഭിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ കോടതിയിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതിയും പോയിരിക്കുന്നു. പെട്ടല്ലോ കുഞ്ഞമ്മേ. റേഷൻ കാർഡിൽ പേരുണ്ടെന്ന് പറഞ്ഞായിരുന്നു ശ്രീനാദേവി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തത്. കൊല്ലം സ്വദേശിയായ ശ്രീനാദേവിക്ക് പത്തനംതിട്ട ജില്ലയിൽ വിലാസമില്ല. ഞെട്ടിയില്ലേ? ഞെട്ടണ്ട, അങ്ങനെയാണ് കുഞ്ഞമ്മ സ്റ്റൈൽ. വെറുതെയല്ല, വ്യാജ തിരിച്ചറി കാർഡൊക്കെ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു പ്രത്യേക കെയറിങ്, ഒരു വല്ലാത്ത കെയറിങ് ആയിരുന്നല്ലോ ശ്രീനാദേവി കുഞ്ഞമ്മ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും കേരളത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. തെറ്റായ വിവരങ്ങൾ നൽകി പേര് ചേർത്തു എന്ന ആരോപണത്തെ തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് റദ്ദാക്കാൻ ഉത്തരവിട്ടത്. തുവന്നൂർ സ്വദേശികൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇവരുടെ പേരുണ്ടായിരുന്ന റേഷൻ കാർഡ് പൂർണ്ണമായും റദ്ദാക്കാനും അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. അന്വേഷണത്തിനൊടുവിലാണ് കേട്ടോ, ഒന്ന് എടുത്തു പറയുകയാണ്. തുവന്നൂർ സ്വദേശിയായിട്ടുള്ള യശോദ എസ് പിള്ളയുടെ പേരിലായിരുന്നു റേഷൻ കാർഡ്. യശോദയുടെ മക്കളായിട്ടുള്ള ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത് എന്നിവരാണ് ശ്രീനാദേവിക്കെതിരെ പരാതി നൽകിയത്. SIR നടപടിക്രമങ്ങൾക്കിടെയാണ് ഈ വിഷയം അറിഞ്ഞതെന്ന് പരാതിക്കാർ ഇന്ന് മാധ്യമങ്ങളിലൂടെ പറയുന്ന കാഴ്ചകൾ കൂടി കണ്ടു. കാർഡുടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന നിലയിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പേര് ചേർത്തതെങ്കിലും കാർഡുടമയ്ക്ക് അങ്ങനെ ഒരു ഭർത്തൃ സഹോദരി ഇല്ലെന്ന് പരാതിക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നാലെ പണിപാളി എന്നറിഞ്ഞ കുഞ്ഞമ്മ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും CPIയുടെ സിവിൽ സപ്ലൈസ് വകുപ്പിനോടും കേരളത്തിൽ റേഷൻ കിട്ടാത്ത ഒരേയൊരു ജനപ്രതിനിധിയായി എന്നെ പ്രഖ്യാപിക്കണം എന്ന് അപേക്ഷ ഒപ്പെന്നാണ് പറയുന്നത്. അതായത് ഇത് മുഴുവൻ അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നെ കടന്നാക്രമിക്കുന്നതിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രീനാദേവി കുഞ്ഞമ്മ ബോധപൂർവം ശ്രമം നടത്തുകയാണ്. രാഷ്ട്രീയപരമായി എന്നെ തകർക്കുന്നതിന് വേണ്ടി സർക്കാരും CPIയുടെ മന്ത്രിയും ഒക്കെ നടത്തിയിട്ടുള്ള ചില ഗൂഢാലോചനകളുടെ ഭാഗമാണ് എന്നൊക്കെ തോന്നാൻ വേണ്ടിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഒരു മെനയാകുന്നില്ലല്ലോ കുഞ്ഞമ്മേ എന്നാണ് പറയാനുള്ളത്. അതായത് തെളിവ് സഹിതം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ, പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ തന്റെ ഫാൻസ് അസോസിയേഷനെ ഒക്കെ അങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രീനാദേവി കുഞ്ഞമ്മ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഇത്തരം വ്യാജ കാർഡുകളൊക്കെ ഉണ്ടാക്കി എന്ന ഒരു വിവരം പുറത്തു വരുമ്പോൾ അത് കൂടുതൽ യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ സന്തോഷിപ്പിക്കാനേ സാധ്യതയുള്ളൂ. കാരണം അവർക്ക് ഇതൊക്കെ പൊരുത്തി ഇഷ്ടമാണ്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഇതിപ്പോ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം വരെ തെറിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും CPI വിട്ട് കറക്റ്റ് ഇടത്താണ് കുഞ്ഞമ്മ എത്തിയതെന്ന് പറയാതെ വയ്യ. CPI ആയിട്ട് അകലാനുള്ള കുറെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. അതിൽ എന്നെ ഏറെ ഞെട്ടിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. അതിന്റെ CPI കാര്യമായി ഇരിക്കുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ആ കേസുണ്ടല്ലോ, ലൈംഗിക അതിക്രമ കേസ്, ബലാത്സംഗ കേസ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു എന്നെ ഏറെ ഞെട്ടിപ്പിച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ വല്ലാത്ത രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ട് അത് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും ഈ കുഞ്ഞമ്മ ഒരു കോൺഗ്രസ്സുകാരിയാണോ എന്ന്. അതിനുശേഷമൊക്കെയാണ് കുഞ്ഞമ്മ ഈ പറയുന്നത് പോലെ കോൺഗ്രസിലേക്ക് പോയത്. എന്തായാലും കറക്റ്റാണ് ഇടത്തേക്ക് പോയിരിക്കെന്ന് പറയാതെ വയ്യ. എന്നാലും എന്റെ കുഞ്ഞമ്മ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉള്ള മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒക്കെ കുഞ്ഞമ്മ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുക, കോൺഗ്രസിന്റെ പാനലിൽ മത്സരിച്ച് അവിടെ എത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ പണിയെടുക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു വലിയ തട്ടിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. എന്തോ ആകട്ടെ, ഇനി ഈ വിഷയത്തിൽ MA ഷഹനാസിന്റെ ഒരു FB പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇങ്ങനെ എടുത്ത് അലക്കി ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കുൽസിതാമ്മയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചീട്ട് കീറി എന്നൊക്കെ പറയും പോലെ വ്യാജ റേഷൻ കാർഡ് അധികാരികൾ കീറി കൊട്ടയിലിട്ടിട്ടുണ്ട്. പൊതുവിതരണ വകുപ്പിന്റെ ഒരു ഉത്തരവ് പോസ്റ്റിനൊപ്പം കമന്റിൽ ചേർക്കുന്നു. അത് വിശദമായി വായിച്ചാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. അങ്ങനെ ഒരു റേഷൻ കാർഡ് ഇല്ല എന്ന് കണ്ടുപിടിച്ച ചേട്ടന്മാരോട് ആ കാർഡ് തന്നെ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഡേറ്റാബേസിൽ നിന്ന് നീക്കിയിട്ടുള്ളത്. പരാതിയുടെ നിജസ്ഥിതി അന്വേഷിച്ച് അയൽക്കാരോട് ഉൾപ്പെടെ അന്വേഷിച്ച് അങ്ങനെ ഒരാൾ അവിടെ താമസിച്ചിട്ടേ ഇല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കുൽസിതാമ്മയുടെ വ്യാജ റേഷൻ കാർഡ് റദ്ദാക്കിയതെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിപ്പോ എന്താണെന്നാവും ഫാൻസിന്റെ അടുത്ത ചോദ്യം. കാര്യമുണ്ട്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരാൾ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ പത്തനംതിട്ട ജില്ലയിലെ സ്ഥിര താമസക്കാരനായിരിക്കണം. അതാണ് തിരഞ്ഞെടുപ്പ് ചട്ടം. കൊല്ലം ജില്ലക്കാരിയായ കുൽസിതാമ്മ പത്തനംതിട്ടയിൽ വന്ന് വ്യാജ റേഷൻ കാർഡ് ഉണ്ടാക്കി ആ വിലാസത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ വോട്ടർ പട്ടികയിൽ വ്യാജമായി ഇടം നേടിയത്.
വ്യാജ വോട്ടറാണെന്ന പരാതി ഉയർത്തി ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഇലക്ഷൻ കമ്മീഷനിലും ഇവർക്കെതിരെ നിയമ നടപടി നടന്നു വരുന്നുണ്ട്. ഇനി ഈ ഉത്തരവ് മാത്രം അവിടെ ഹാജരാക്കിയാൽ മതി മെമ്പർ നെറ്റിപ്പട്ടം ഊരി വാങ്ങാൻ. അത് അധികം വൈകാതെ തന്നെ നടക്കും. കൂടെ ഒരു 6 വർഷത്തെ അയോഗ്യതയും കയ്യിൽ കിട്ടും. ധാർമ്മികത ഏതുമില്ലാതെ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരിക്കാം എന്ന് മാത്രം. സാങ്കേതികമായി എണീപ്പിച്ച് വിടുന്ന ദിവസം ഉടനെ തന്നെ വരും. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു, അന്ന് കുമിളയല്ല, ലൈവിൽ വന്ന് മാലപ്പടക്കം തന്നെ പൊട്ടിക്കും. ഈ നിയമസഭാ ഇലക്ഷനിൽ മെമ്പറായിരിക്കുന്ന ജില്ലയിൽ കുൽസിതാമ്മയ്ക്ക് വോട്ടുണ്ടാകില്ല. പോരാത്തതിന് ഫോർജറിക്ക് ക്രിമിനൽ കേസും തലയിൽ വെച്ച് കെട്ടും. ഇത്രയും ഗതികെട്ടവൾ ഈ ലോകത്ത് വേറെ കാണില്ല. വല്ലവരുടെയും റേഷൻ കാർഡിൽ എന്നെ കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞ് ഹൈക്കോടതിയിൽ ചെന്നാൽ കോടതി ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ മറൈൻ ഡ്രൈവ് വരെ അടിച്ചോടിക്കും. പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ റേഷൻ കാർഡ് വെട്ടിക്കളഞ്ഞ ഭരണകൂട ഭീകരത എന്നും പറഞ്ഞെങ്കിലും നിങ്ങൾ ഇത് വാർത്തയാക്കുന്നേ. ഉത്തരവ് വായിച്ചു നോക്കുന്ന കാര്യബോധമുള്ളവർക്ക് തിരിയും എത്ര വലിയ ഉടായ്പാണ് കുൽസിതാമ്മ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. എന്നാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. ശങ്കറിന് പറ്റിയ ചക്കി തന്നെ എങ്ങനെ ഇത്ര കൃത്യമായി വന്നു എന്നുള്ളത്. നാളെ ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കി എന്ന് വരാം. പക്ഷെ ആദ്യം ഇക്കാര്യം പുറത്തുവിട്ടത് ഞാനാണെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. ദൈവം എന്നുണ്ട്. ആ ദൈവം ആരുടെയും സ്വന്തമല്ലല്ലോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫേക്ക് റേഷൻ കാർഡ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ശ്രീനാദേവി കുഞ്ഞമ്മ ഓടുന്നൊരു കാർട്ടൂണൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും MA ഷഹനാസ് ഇട്ടിട്ടുള്ള ഈ പോസ്റ്റിൽ കുൽസിതാമ്മ എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്താകട്ടെ, തീർത്തും മോശമായ ഒന്നായി പോയെന്ന് പറയാതെ വയ്യ. ഇങ്ങനെയൊക്കെ മത്സരിക്കാൻ വേണ്ടി വ്യാജ ഇത്തരം കാർഡുകളൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ റേഷൻ കാർഡിലൊക്കെ ഇങ്ങനെ കുത്തി തിരികി പല സംഭവങ്ങളും വ്യാജമായി ചേർക്കുക എന്നൊക്കെ പറയുന്നത് എത്ര മോശമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള ഒരു പൊതുപ്രവർത്തക ചെയ്തിട്ടുള്ളത് വളരെ തീർത്തും അപലപനീയമായ ഒരു കാര്യമെന്ന് പറയാതെ വയ്യ. ശ്രീനാദേവി കുഞ്ഞമ്മയെ സംബന്ധിച്ച് നല്ല കഴിവുള്ള ഒരാളാണ്. കാരണം നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരു ലേഡിയാണ്, നല്ല കാര്യപ്രാപ്തിയുള്ള ഒരു ലേഡിയാണ്. പക്ഷെ അങ്ങനെ ഒരു ലേഡി സ്വാഭാവികമായും ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിനെ ഒരു രീതിയിൽ നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല. അവര് പല രീതിയിലൊക്കെ ഇടതുപക്ഷത്തിനെതിരെ പല വ്യാജ വാർത്തകളും പല വ്യാജ പ്രചരണങ്ങളും ഒക്കെ നടത്തി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതൊക്കെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നതാണ്. അതിനെ നമുക്ക് ആ രീതിയിലേ കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് CPI ഇരുന്ന ഒരാൾ കോൺഗ്രസിലേക്ക് പോകുന്നത് ആ കോൺഗ്രസ് നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല, സ്വയം നന്നാക്കാൻ വേണ്ടിയാണ്. സ്വയം പല രീതിയിലും സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാനും സീറ്റ് ഒപ്പിക്കാനും അധികാരമോഹം കൊണ്ടൊക്കെ പോകുന്നതാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ട് പോകുന്നതൊന്നും അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ പെട്ടെന്ന് MLA ആകാൻ വേണ്ടി, പെട്ടെന്ന് എന്തൊക്കെയോ ആകാൻ വേണ്ടി പോയി അവസാനം പെട്ടെന്ന് തന്നെ തവിട് പൊടിയാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിന്റെ പേരിൽ ഒരൊറ്റ മാധ്യമങ്ങൾ ഒരു അന്തിച്ചർച്ച നടത്തുന്നില്ല കേട്ടോ. ശ്രീനാദേവി കുഞ്ഞമ്മ എന്തെങ്കിലുമൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പല രീതിയിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുത്ത് വലിയ രീതിയിൽ അത് വലിയ കൊട്ടി ആഘോഷിച്ചു മഹാസംഭവം എന്ന രീതിയിൽ ആഘോഷിച്ചു നടന്ന നമ്മുടെ മാധ്യമങ്ങൾ ഇതൊക്കെ കണ്ടിട്ടൊരു ചെറിയ കോളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. മാത്രവുമല്ല, വാർത്തകൾ വായിക്കുമ്പോൾ ഒരു 2 വരിയിൽ അങ്ങ് ഒതുക്കി അങ്ങ് ആ വാർത്ത ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ തോന്നലുണ്ടാകാൻ വേണ്ടി മാത്രം ചില കാര്യങ്ങൾ ചെയ്തിരിക്കുക. എന്നാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് അവർ അവതരിപ്പിക്കുന്ന പോലുമില്ല. എന്ത് വലിയ പ്രിവിലേജ് ആണല്ലേ CPM നിന്നൊക്കെ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ CPI നിന്ന് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ BJP-യിലേക്ക് പോകുമ്പോൾ അത്തരം ആളുകൾക്കൊക്കെ കിട്ടുന്നതല്ലേ. ഇതൊക്കെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു മാധ്യമ ഇടപെടൽ, അല്ലെങ്കിൽ മാധ്യമ ലാളനകൾ തന്നെയെന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് എന്തായാലും കുഞ്ഞമ്മയുടെ കാര്യത്തിൽ തീരുമാനമാകും ഗൈസ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.